ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഞാൻ തയ്ച്ച ഈ ഓർഗൻസോ കുർത്തിയുടെ എങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തതെന്നും കൂട്ടത്തിൽ സിബ് വെച്ചതും ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇതൊരു പഫ് സ്ലീവ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗൻസോയുടെ ചുരിദാറാണ്. ഇതെൻ്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ തയ്ച്ചതാണ്. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ചെയ്തതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ഓർഗൻസോയുടെ മെറ്റീരിയൽ 2.5 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് ഞാൻ എടുത്തിരുന്നത്. അതും 2.5 മീറ്ററാണ് എടുത്തത്. അപ്പം ഇത് ഞാൻ തയ്ക്കാനായിട്ട് ഇരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ക്രേപ്പയിൽ ഞാൻ അളവുകൾ വരച്ച ആ ഒരു വീഡിയോ പാർട്ട് മിസ്സായിപ്പോയി. അതുകൊണ്ട് ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട ഫ്രിൽ സ്ലീവ്ഡ് കുർത്തിയുടെ ആ ഒരു നമ്മൾ ബ്ലൂ കളറിലെ നമ്മൾ ലൈനിങ്, കോട്ടൺ ലൈനിങ് ആയിരുന്നു അതിനെടുത്തത്. അപ്പോൾ ആ ഒരു ലൈനിങ്ങിൻ്റെ വീഡിയോ ക്ലിപ്സാണ് ഞാൻ ഇതിന് വെക്കുന്നത്. നമ്മുടെ സെയിം അളവുകൾ തന്നെയാണ് വെച്ചാൽ എൻ്റെ അനിയത്തിക്ക് ആയതുകൊണ്ട് തന്നെ സെയിം അളവിലാണ് ഈ രണ്ട് ചുരിദാറും നമ്മൾ തയ്ക്കുന്നത്. അപ്പം ഇത് ശരിക്കും ക്രേപ്പിലായിരുന്നു ഞാൻ അളവ് വരച്ചിരുന്നത്. പകരം ഇപ്പം നമ്മൾ കോട്ടണിലുള്ള അളവ് സെപ്പറേറ്റ് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. നമ്മളിപ്പോൾ ഇതുപോലെ രണ്ട് പീസും ഒരുപോലെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇതുപോലെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് 14 ഇഞ്ചായിരുന്നു. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 ഇഞ്ച് കിട്ടും. ആ ഒരു 7 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്നും താഴത്തേക്ക് കൈക്കുഴിയും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ആ ഒരു പോയിന്റിൽ നിന്നും താഴത്തേക്ക് കൈക്കുഴി എത്രയാണോ എന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. കൈക്കുഴി എന്ന് പറയുന്നത് എനിക്ക് 14 ആയിരുന്നു. അതിനെ ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 ഇഞ്ച് കിട്ടി. അതൊന്ന് മാർക്ക് ചെയ്തു. ഇനി ആ ഒരു പോയിന്റിലേക്ക് ചെസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കൈക്കുഴി വരച്ച് നിർത്തിയേക്കുന്നിടത്തേക്ക് ചെസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ എത്ര ചെസ്റ്റിൻ്റെ അളവ് അതിൻ്റെ കൂട്ടത്തിൽ 4 കൊണ്ട് കൂട്ടിയിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് 8.5 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്തു. കൂട്ടത്തിലൊരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വരച്ചു കൊടുക്കാം ഇതുപോലെ. ഇനി നമുക്ക് ഈ ഒരു ചുരിദാറിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യണം. അതിനായിട്ട് ഈ മുകളിൽ നിന്നും താഴത്തേക്ക് 13 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അവിടേക്ക് നമ്മുടെ ഷേപ്പിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. അതും നമ്മൾ എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. കൂട്ടത്തിലൊരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സ്ലിറ്റ് എത്ര വേണം അതിൻ്റെ കൂട്ടത്തിലൊരു 1/2 ഇഞ്ചും കൂടെ കൂടുതൽ വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം തയ്യൽ തുമ്പിൽ 1/2 ഇഞ്ച് കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഇവിടെ 19.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടേക്ക് നമ്മുടെ അരവണ്ണം എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 8.5 ഇഞ്ചും കൂട്ടത്തിൽ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി എടുക്കുന്നുണ്ട്. നമുക്ക് സ്ലിറ്റ് മടക്കി അടിച്ച് കൊടുക്കാനായിട്ടാണ് 1.5 ഇഞ്ച് സീം അലവൻസ് എടുത്തത്. വേണം നമുക്ക് ഒന്നെടുത്താലും മതി. ഇനി നമുക്കിതിൻ്റെ ടോട്ടൽ ലെങ്ത്ത്, ഈ ഒരു ലൈനിങ് പീസിൻ്റെ മൊത്തം ഇറക്കം എത്ര വേണമെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇറക്കം മൊത്തത്തിൽ 42.5 ഇഞ്ചാണ് എടുക്കുന്നത് നമ്മുടെ ലൈനിങ്ങിൻ്റെ. മറ്റേ നമ്മുടെ ടോപ്പിൻ്റെ ഇറക്കം, മെയിൻ ഫാബ്രിക്കിൻ്റെ ഇറക്കം വരുമ്പോൾ ഒരു 45ഓളം ഇഞ്ച് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് 42.5 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഇവിടേക്ക് നമുക്ക് ഈ ഒരു ചുരിദാറിന് എന്തുമാത്രം വിരിവ് വേണം അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്കപ്പം മൊത്തത്തിൽ 20 ഇഞ്ച് വിരിവ് കിട്ടും. കൂട്ടത്തിലൊരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് സ്ലിറ്റ് മടക്കി അടിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പോയിന്റുകളെല്ലാം ഒന്ന് കൂട്ടി വരച്ച് കൊടുക്കണം. ഇപ്പം നമ്മളിവിടെ കൈക്കുഴിയുടെ കർവും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ക്രേപ്പിൻ്റെ മെറ്റീരിയലിലുള്ള വീഡിയോ ആണിത്. ഇനി നമുക്കിതൊന്ന് ആ വരച്ചിരിക്കുന്നിടത്തൂടെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഓർഗൻസ തുണിയുടെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തപ്പോൾ കുറച്ച് എക്സ്ട്രാ പീസും കൂടെ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് തെന്നി പോവുകയാണെങ്കിൽ നമുക്ക് ലെവലാക്കാനായിട്ടാണ്. ഇനി നമുക്ക് ഇതുപോലെ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഫാബ്രിക് നമ്മുടെ ഓർഗൻസ തുണി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ സൈഡെല്ലാം ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പീസിൻ്റെ ലൈനിങ്ങിൽ ഇതുപോലൊരു നെക്കൊന്ന് വരച്ചു കൊടുത്തു സിമ്പിളായിട്ട്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴത്തേക്കൊരു ലോങ് ആയിട്ടൊരു വരയും വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളത് സിബിൻ്റെ ആ ഒരു സെൻറ്റർ വെക്കുന്നതിനുള്ള വരയാണത്. അതിനെത്ര നീളം വേണോ അതുവരെ നമുക്ക് എടുക്കാം.
ചെറിയ സിബ്ബാണ് ചെറിയതായിട്ടും വലുതായിട്ടും. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് 1/4 ഇഞ്ച് വീതിയിൽ 2 ലൈൻ അപ്പുറം ഇപ്പുറം വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു നല്ല തുണിയുടെ നല്ല വശത്തിന് മുകളിലേക്ക് നമ്മുടെ ഈ ഒരു ലൈനിങ് പീസ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്യാം. കൂട്ടത്തിൽ അരികു വശത്തൂടെ നമ്മൾ രണ്ടാമത് വരച്ച ആ 2 വരകളിലൂടെ ഒന്ന് വരച്ച് കഴുത്തൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കിട്ടും. നമുക്കത് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് വിടണം നമ്മൾ ആദ്യം വരച്ച വരയിലൂടെ. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചെടുക്കാം. അപ്പം നമ്മളിതാ ഇതുപോലെ മറിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സിബ്ബ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാണ്. നമുക്ക് ആദ്യമേ തന്നെ സൈഡിൽ കൂടെ എല്ലാം ഒന്ന് അരികുവശം ഒന്ന് ചേർത്ത് അടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ ഒരു സിബ്ബ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ആ സിബിൻ്റെ മുകളിൽ കൂടെ അടിച്ചെടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ സിബ്ബ് ഒന്ന് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഇപ്പം നമ്മൾ ഈ കാണുന്ന നല്ല വശമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സൈഡ് ഓരോ പീസിൻ്റെയും ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റി നമുക്കൊന്ന് വെച്ച് അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഇത് ഒന്നിൻ്റെ ഉള്ളിലേക്ക് അടിയിലേക്ക് ഇതുപോലെ ഒന്ന് സിബ്ബ് കാണാത്ത രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പം ഞാനിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു സൈഡിൽ ഇതുപോലെ ഒരു ഹുക്കും അതിൻ്റെ ഒരു ബട്ടണും വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു സിബ്ബ് കാണാത്ത രീതിയിലാണ് അടിയിലേക്ക് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ നെക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് വക്രം. ഇതിൻ്റെ ഗിൽറ്റ് വശം ഉള്ളിലായിട്ട്, അതായത് ആ പശയുള്ള വശം ഉള്ളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു അരികു വശത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് അവിടേക്ക് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. നമ്മളിപ്പം ബാക്ക് നെക്കിന് 3 ഇഞ്ചാണ് എടുത്തത്, അതായത് മൊത്തം 6 ഇഞ്ച് വീതി. ഇവിടെ നമുക്ക് 3 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. കുറച്ച് താഴത്തേക്ക് മാറ്റി ഒന്നുകൂടെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്ക് പെർഫെക്റ്റായിട്ട് ആ ഒരു അളവിൽ കറക്റ്റ് കിട്ടാനായിട്ടാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഇത് ഇറക്കമായിട്ട് എടുക്കുന്നത് 5 ഇഞ്ചാണ്, അതായത് 1/2 ഇഞ്ച് ഒരു തയ്യൽ തുമ്പും കൂടെ കൂട്ടി 5 ഇഞ്ച് എടുത്തു. ആ ഒരു 5 ഇഞ്ചും ഇപ്പുറത്തെ ഒന്ന് മാറ്റി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കോളമായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പം നമ്മളിതുപോലെ ഈ 2 പോയിൻറ്റ്സും ഒന്ന് കുത്തിട്ട് ആ സ്കെയിൽ വെച്ച് നേരെ വരച്ചു കൊടുത്തു. ഇതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും നമ്മൾ വരച്ചിരിക്കുന്ന 2 പോയിൻറ്റ്സിലും ഒന്നും കൂട്ടി മുട്ടിച്ച് വരച്ചു കൊടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഒരു ബോക്സ് വരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഡിസൈൻ നമ്മളൊന്ന് വരച്ചെടുക്കണം. നമ്മളിവിടെ ഒരു സ്വീറ്റ് ഹാർട്ട് നെക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് താഴെ നിന്ന് മുകളിലേക്കൊരു 1.25 ഇഞ്ച് അത്രയും ഒരു വീതിയിൽ ഒരു പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അവിടുന്ന് ഈ ഒരു അറ്റത്തേക്ക് ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഒരു ചെറിയ കർവ് പോലെ, നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ കർവ് പോലെ ഒന്ന് പയ്യെ പയ്യെ വരച്ചു കൊടുക്കാം. സാവധാനം നമ്മളൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി. ആ ഒരു പെർഫെക്ഷനിൽ അത് കിട്ടിക്കോളും. ഇതേപോലെ ഒന്ന് ഒരു ചെറിയ കർവ് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഒരു 1/4 ഇഞ്ച് അതുപോലെ ഒരു 1/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യണം. നമുക്ക് ടേപ്പിട്ട് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു പോയിന്റിൽ നിന്നും നമ്മുടെ മുകളിലേക്ക് നമുക്കൊന്ന് ഇതുപോലെ ചെരിച്ച് വരച്ചു കൊടുക്കാം. നമ്മൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിടത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി ഇതിന് എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് സീം നമ്മളെപ്പോഴും ഇടുന്ന പോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് ഇതാണ് നമ്മുടെ മെയിൻ നെക്ക്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു ചെറിയ സീമും കൂടെ നമുക്കിതുപോലെ കൊടുക്കാം. ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ അവിടേക്ക് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അതാകുമ്പോൾ നമ്മൾ ആ 6 ഇഞ്ച് വീതി കറക്റ്റായിട്ട് തന്നെ നമുക്ക് തുണിയിലേക്ക് വെക്കുമ്പം തെന്നിപ്പോകാതെ കിട്ടും. അപ്പോൾ ഇതുമാണ് നമ്മുടെ കട്ട് ചെയ്ത പീസ്. ഇത് നമ്മൾ ഇതുപോലെ ഒരു തുണിയിലേക്ക് വെച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരികുവശം എല്ലാം മടക്കി അടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ പച്ച ഒരു ചോക്ക് വെച്ച് പച്ച കളർ കാണുന്നത് നമ്മുടെ സെൻറ്റർ മാർക്ക് ചെയ്തതാണ്. നമ്മളത് നല്ല തുണി, അതായത് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല തുണിയുടെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരികുവശത്തോട് ഈ വക്രത്തെ തൊടാതെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു നല്ല തുണിയുടെ മുകളിലേക്ക് വെച്ച് ആയതുകൊണ്ടാണ് നമുക്കിനി അതൊന്ന് ചെറിയ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ബാക്ക് നെക്ക് ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് നെക്ക് പെർഫെക്റ്റായിട്ട് അടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ പെർഫെക്റ്റായിട്ട് കിട്ടാനായിട്ട്. നമ്മൾ സാധാരണ ബാക്ക് നെക്കായിരുന്നു ഉള്ളിലേക്ക് വെച്ച് അടിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ഫ്രണ്ട് നെക്കാണ് ഉള്ളിലേക്ക് വെച്ച് അടിച്ചിരിക്കുന്നത്.
ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗങ്ങൾ ഈ ഒരു വക്രത്തിൻ്റെ ഈ ഒരു തുണി അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നെക്ക്. ഇപ്പം ഇതുപോലെ മൊത്തം അകത്തേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിൽ കൂടെ എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഇതുപോലെ ഒരു നെക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികുവശം എല്ലാം നല്ല അടിപൊളിയായിട്ട് അടിച്ചെടുത്തു. ഈ ഒരു നെക്കിൻ്റെ പേരാണ് സ്വീറ്റ് ഹാർട്ട് നെക്ക് എന്നാണ് എൻ്റെ അനിയത്തി എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഇത് സ്വീറ്റ് ഹാർട്ട് നെക്കിൻ്റെ ഡിസൈനാണ് എന്ന്. അപ്പം നമ്മളിതിൻ്റെ സിബും നെക്കും ചെയ്യുന്ന വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിന് നമ്മളൊരു പഫ് സ്ലീവും കൂടെയാണ് കൊടുത്തിരുന്നത്. പിന്നെ ഇത് 2.5 മീറ്ററിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് നമ്മൾ ചുരിദാർ മാത്രമേ തയ്ച്ചുള്ളൂ. കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു സിഗരറ്റ് പാൻറ്റും കൂടെ തയ്ക്കാനുണ്ടായിരിക്കുന്നേ നല്ലതായിരുന്നു എന്ന് പിന്നീട് ഞങ്ങൾ ചിന്തിച്ചു. പിന്നെ ഞങ്ങൾ വെള്ള പാൻറ്റ് ഇട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.